ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ച് ആട്ടോ. ചലഞ്ച് എന്താ വെച്ചാൽ ഹെഡ്ഫോൺ ചലഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെഡ്ഫോൺ ചലഞ്ച് ആട്ടോ. അപ്പോൾ നേരെ വീഡിയോക്ക് പോയാലോ. ഗൈസ്, ഗെയിം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാവർക്കും അറിയണ ഗെയിം ആയിരിക്കും. എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഹെഡ്ഫോൺ ചലഞ്ച് വെച്ചാൽ ആദ്യം ഇട്ട് ഹെഡ്ഫോൺ വെക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്യണോ വെക്കും. അപ്പോൾ നമ്മൾ ഹൈ വോയിസിൽ എന്ത് ചെയ്യും, ഇതിൽ പാട്ടിടും. ഫോണിൽ നല്ല ഹൈ വോയിസിൽ പാട്ടിടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കേൾക്കൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ, ഏതെങ്കിലും ഒരു സിനിമ പേര് പറയാം. ഓക്കെ, അപ്പോൾ മിട്ടുമായി മനസ്സിലാക്കി പറയണം. പക്ഷെ ആക്ഷൻ ഒന്നും പാടില്ല. അതാണ് ഗെയിം. ഒക്കെ മനസ്സിലായില്ലേ? സിനിമ പേര് മാത്രം പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ആക്ഷൻ ഒന്നും പറ്റൂല. മിട്ടുവാണെങ്കിൽ ലിപ്പൊക്കെ വെച്ച് മനസ്സിലാക്കാം, അല്ലാതെ ആക്ഷൻ ഒന്നും പറ്റൂല. പിന്നെ അത് ഇവൻ ഇപ്പം ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ച ആൾക്ക് എന്ത് ചെയ്യുക, ഓനൊരു ബിസ്ക്കറ്റ് എടുക്കുക. അതാണ് ഗെയിം. ഓക്കെ, അപ്പോൾ നേരെ ഗെയിമിക്ക് പോയാലോ. റെഡി അല്ലേ? ഫസ്റ്റ് കളിക്കാൻ പോകുന്നതാരാ? മിട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സിനിമേൻ്റെ പേര് കണ്ടിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പാട്ടിടാൻ പോവാണേ. ഞാൻ പിന്നെ വേറെ കാര്യമുണ്ട്, അടുത്തോ വേറെ കാര്യമുണ്ട്. ഞാൻ ഈ പാട്ട് ഓഫ് ആക്കണ വരെ എൻ്റെ ടൈം. ഞാൻ ലിമിറ്റ് അല്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഓഫ് ആക്കൂ. അതാണ് സിനിമ പേര് അൺലിമിറ്റഡ് ആയിട്ട് പറയാം, എത്ര ആണെങ്കിൽ പറയാം. ആ ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഓഫ് ആക്കണവരൊക്കെ ടൈം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പറയാം. ഓക്കെ, ഇനി വെച്ചോ. വെച്ചാ ഇതാ പാട്ടിട്ടോ, വോയിസ് കൂട്ടി കേട്ടോ. എനിക്ക് ഹൈ വോയിസ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ ഒരു സിനിമേൻ്റെ പേര് അമ്മ പറഞ്ഞോ. കേൾക്കണം, പറഞ്ഞോ. കഥ തുടരുന്നു, കഥ തുടരുന്നു, കഥ തുടരുന്നു. തന്തോണി. കഥ തുടരുന്നു. എന്റെ ഉമ്മാന്റെ പേര്. കഥ തുടരുന്നു. കഥ തുടരുന്നു. ആട്. കഥ തുടരുന്നു. പൊന്മുട്ടയുടെ താറാവ്. കഥ തുടരുന്നു. കഥ തുടരുന്നു. ഗൈസ്, കുറച്ച് ടൈം ഉള്ളൂ. ഞാൻ ഓഫ് ആക്കേ. കഥ പറയുമ്പോൾ ഏകദേശം എത്തി. കഥ തുടരുന്നു. ഓന് ബിസ്ക്കറ്റ് ഇട്ടതാണ് എന്റെ ലക്ഷ്യം, അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കാൻ പോണേ. ഓഫ്. മതി പറയ്, സിനിമേന്റെ പേര് പറഞ്ഞു. കഥ തുടരുന്നു. കഥ എന്തൊക്കെയാ പറഞ്ഞേ? ആട് ചൂന്നൊക്കെ പറയണേ അതിന്റെ ഇടയ്ക്ക്. ഇത്രയും വലിയ കഥ. അത് കുഴപ്പമില്ല. അടുത്ത ഒക്കെ ബിസ്ക്കറ്റ് ഇല്ല. ഓക്കെ, അത് നോക്കി നിൽക്കുക, ഞങ്ങൾ തിന്നുമ്പോൾ നോക്കി നിൽക്കുക. ഓക്കെ, അടുത്ത അമ്മേടെ ചാൻസ് ആട്ടോ. അപ്പം വിട്ട് സിനിമേന്റെ പേര് കണ്ടിട്ടില്ലേ? അപ്പോൾ നേരെ തുടങ്ങിയാലോ? ആയില്ല, മ്യൂസിക് കേട്ടെ. ഹൈ വോയിസ് മസ്റ്റാ, അല്ലെങ്കിൽ കേൾക്കൂ. ഓക്കെ, ഇനി പറഞ്ഞോ. അതൊന്നും അമ്മയ്ക്ക് അറിയണ്ടാവില്ല, ചാൻസ് പറയാം. പൊട്ട അങ്ങനെ പറഞ്ഞു കൊടുക്ക. ബിസ്ക്കറ്റ്. കറക്റ്റ്. അത് കാരണം എന്താ അറിയോ, ഓൾറെഡി ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവൂലേ പുതിയ സിനിമേന്റെ പേരൊക്കെ. ഗൈസ്, ആദ്യം അമ്മയ്ക്ക് പഴയ സിനിമേന്റെ പേര് ഏത് പറഞ്ഞാലും പറയാൻ കഴിയും, പക്ഷെ പുതിയത് ഞാൻ പറയാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത്. അപ്പൊ അമ്മ സെറ്റ് ആക്കിയിരിക്കുന്നു. ഓക്കെ, അതാണ്. ഓക്കെ, അപ്പൊ ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും എടുക്കാം. ഗൈസ്, അമ്മക്ക് കഷ്ടം കുഴപ്പമില്ല, ഞാൻ ക്ഷമിക്കുക ഈ പ്രാവശ്യത്തേക്ക്. ഓക്കെ, അപ്പൊ അടുത്തത് ഞാനാട്ടോ. തുടങ്ങിയല്ലോ. കുറച്ച് ബാക്കടിക്കണ്ട്. കണ്ടാവും. ഊമപ്പെണ്ണിന് ഉരിയാല പയ്യൻ. ഊമപ്പെണ്ണിന് ഉരിയാല പയ്യൻ. ഉണ്ണിക്കുട്ടൻ. ഉരിയാല പയ്യൻ. ഊമപ്പെണ്ണിന് ഉരിയാല. ഊമപ്പെണ്ണിന് ഉരിയാല പയ്യൻ. 2.5 കിലോമീറ്റർ. ഊമപ്പെണ്ണിന് ഉരിയാല പയ്യൻ. സോമകുട്ടനാ? എന്താ ഊമപ്പെണ്ണിന് ഉരിയാല പയ്യൻ. ഫസ്റ്റത്തെ വാക്കെനിക്ക് കിട്ടില്ല. ഊമപ്പെണ്ണിന് ഓണ്ടോ? ഓരോ അക്ഷരം പറയരുത്. ഊമപ്പെണ്ണിന് ഉരിയാല പയ്യൻ. ഊഞ്ഞാല. കൂരിയാട്.
ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. മനസ്സിലാവില്ല. ഉറുമിയാണോ? ഊ വെച്ചിട്ട് എന്താണ് അർത്ഥം? എന്താ പറഞ്ഞെടുത്തേ ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. ഇതൊക്കെ ഏറെ സിനിമ ഞാൻ എപ്പോഴും കാണല്ലേ ഈ പാട്ട് നീല നീല ആവേലി. എന്താ അമ്മ പറഞ്ഞ പാട്ട് വിളിച്ചില്ലെങ്കിൽ എന്തായാലമ്മേ. അടുത്ത റൗണ്ടിലേക്ക് കിടക്കാൻ പോവാണ്. മിട്ടുവാണ് ഹെഡ്ഫോൺ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നേരത്തെ അമ്മ ഉത്തരം പറഞ്ഞു. അമ്മക്ക് 2 ബിസ്ക്കറ്റും കിട്ടി. അത് ശ്രദ്ധിച്ചോ? എന്തെങ്കിലും പറയാൻ നോക്കി. അപ്പൊ ഓക്കെ, അപ്പൊ പറയല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സിനിമേന്റെ പേര് പറഞ്ഞോട് പറഞ്ഞത് അല്ല. പാട്ടിടട്ടെ ഗൈസ്, പാട്ടിട്ടു, സൗണ്ട് കൂട്ടി. ഓക്കെ, പറഞ്ഞോ. ആ സിനിമേന്റെ പേര് പറഞ്ഞോ. മനസ്സിനക്കരെ പപ്പടം, മനസ്സിനക്കരെ പച്ചക്കുതിര, പായ, മനസ്സിനക്കരെ എന്റെ ഉമ്മാന്റെ പേര് മനസ്സിനക്കരെ ചെമ്മീൻ, മനസ്സിനക്കരെ KGF Chapter 3. ഒക്കെ പറഞ്ഞു നോക്ക്, ഏതെങ്കിലും കിട്ടിയാലോ. നീ മനസ്സിനക്കരെ ഇതോ കണ്ട സിനിമയാണ്. ഓക്കെ, മനസ്സിനക്കരെ ഈ കണ്ട സിനിമ മനസ്സിനക്കരെ. മനസ്സിനക്കരെ സിമ്പിളാ മനസ്സിനക്കരെ ഗൈസ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവും കേട്ടോ. കാര്യത്ത് പറയാം. മനസ്സിനക്കരെ തണ്ണീർമത്ത ദിനങ്ങൾ. നോ ഇപ്പൊ നോക്കിക്കോ. മനസ്സിനക്കരെ മനസ്സിനക്കരെ മനസ്സിനക്കരെ. ഓന് കിട്ടാത്ത രീതിയിൽ പറയും. മമ്മൂട്ടിയുടെ താറാവ്. ഓൻ എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പായി ഗൈസ്. അപ്പൊ നമ്മള് സോങ് ഓഫ് ആക്കാൻ പോട്ടോ. വീഡിയോ അധികം ലോങ് ആക്കില്ല. കിട്ടണ്ടോട്ടെ. മനസ്സിനക്കരെ മാ കിട്ടി നമ്മള് വീണ്ടും ലോങ് ആക്കൂ. മനസ്സിനക്കരെ പാപ്പിയപ്പച്ചൻ. ആ കഴിഞ്ഞ് ചാൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഓൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞോടിക്ക്. മനസ്സിനക്കരെ ഈ കണ്ട സിനിമയാണത്. ഓക്കെ, കണ്ടിട്ടില്ലേ? മനസ്സിനക്കരെ. ഓക്കെ, അപ്പൊ ഓൻ എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയാണ് അടുത്തല്ലേ തുടങ്ങാം. അമ്മക്ക് മാത്രമേ നമുക്ക് കിട്ടിയില്ല. പാട്ടിട്ടില്ലല്ലോ. ഫുൾ സൗണ്ട് ആണ്. അപ്പൊ ഞാൻ ഒരു സിനിമേന്റെ പേര് പറയാൻ പോണേ. ഏതേതാ? മമ്മൂട്ടിന്റെ രാജാതിരാജ. ഓക്കെ, ആ രാജാതിരാജ കേക്കണ്ടോ? രാജാതിരാജ രാജാതിരാജ ഏകാന്തം, ഏകാധിപതി രാജാതിരാജ. സ്പീഡ് ഏകലേവ്യൻ രാജാതിരാജ. പുതിയ സിനിമ അമ്മയ്ക്ക് അറിയാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത്ര പുതിയൊന്നുമില്ല. രാജാതിരാജ ഒന്നുകൂടെ പറ. രാജാതിരാജ. രാത്രി രാപ്പകൽ രാജാതിരാജ. രാമായണം. രാജാവ് രാജാവ് രാജ കിട്ടി. അയ്യോ, രാജാതിരാജ. രാജ ഓ ദീഞ്ഞു പറഞ്ഞൂടെ ഉള്ളൂ. പാട്ടോഫ് കേട്ടെ. പുതിയ സിനിമയാണോ? പുതിയ സിനിമ. പുതിയ സിനിമ, പുതിയ സിനിമ, പഴയ സിനിമ, പുതിയ സിനിമ, പുതിയ സിനിമ, രാജാവ് പുതിയ സിനിമ. പറഞ്ഞെടുക്ക് രാജ ആട്ടാ. ശരിയാണോ? കറക്റ്റാ. നിങ്ങക്ക് എവിടെ ആ സിനിമക്ക് നിങ്ങൾ കണ്ടിണ്? രാജാതി അങ്ങനെ ഒരു സിനിമ ഞാൻ നിങ്ങൾ കാണുമ്പോ ഇതില് കണ്ടിട്ട് ഞാൻ സിനിമ കണ്ടില്ല. പക്ഷെ എനിക്ക് ഒരുവിധം കാണുന്ന സിനിമ. അമ്മ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മിഠായി എടുത്തോളി. അല്ല ബിസ്ക്കറ്റ് എടുത്തു. അടുത്ത ഇല്ല പാട്ട് കേൾക്കുന്നേ. നാടോടി കാറ്റു. ചാലക്കുടി. ചാലക്കുടിക്കാരൻ ചങ്ങാതി. നാടോടി കാറ്റ്. നാടോടി കാറ്റ്. ചാണ്ടോ? ചാലിയ. നാടോടി കാറ്റ്. നാടോടി കാറ്റ്. പഴയ സിനിമയാ? ആ പറയ്. നാടോടി കാറ്റ്. നാടോടി കാറ്റ്. മോഹൻലാലിന്റെ സിനിമ. നാടോടി കാറ്റ്. ആരാ? മമ്മൂട്ടിന്റെ ആണോ മോഹൻലാലിന്റെ ആണോ? മോഹൻലാലോ? ആ നാടോടി കാറ്റ്. ചരലടിയോ? നാടോടി കാറ്റ്. കാണോ ഉണ്ടല്ലേ? പറയ്. നാടോടി കാറ്റ്. കണ്ടോടി.
നാടോടി അതൊന്നും പറയില്ല നാടോടി കാറ്റ്. നാടോടി കാറ്റ് അതിൽ മോഹൻലാൽ ഉണ്ടോ? പഴയ സിനിമയിലോട് ആ സിനിമയിൽ മോഹൻലാലോടെ താന്തോന്നി. പഴയതൊക്കെയാണ് ചാൻസ് കുറവാണ്. നാടോടി കാറ്റ് നാടോടി കാറ്റ് കായണോ കണ്ടോടി മറ്റേ ഇതെന്താ അവസാനത്തെ എന്താ വെച്ചാല് നമ്മള് നിർത്താന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അമ്മക്ക് എല്ലാം അമ്മക്ക് അതുകൊണ്ട് സഹിക്കല്ലേ അല്ലേ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് ഒന്ന് കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരു പേരും കൊണ്ട് വരാം. ഓക്കെ, വാ അതും വാ. മറ്റേത് പറഞ്ഞല്ലോ, പാടിട്ടില്ലേ തട്ടത്തിൻ മറയത്ത്, അത് കിട്ടൂല എന്തായാലും. അതെന്തായാലും കിട്ടൂല. ആ അമ്മയ്ക്ക് അറിയാത്ത സിനിമ. ഓക്കെ, പറഞ്ഞോ. ആയോ? കേക്കണ്ടില്ലേ ഗൈസ്? കേക്കണ്ടോ കേട്ടോ ആദ്യം. ഓക്കെ, സൗണ്ട് കുറയ്ക്കാനല്ലടാ, സൗണ്ട് കൂട്ടുക. ഓക്കെ, ഇപ്പൊ കേക്കണ്ടോ? ഒന്ന് പറഞ്ഞു. ഹലോ അമ്മേ സുഖാണോ? സുഖമാണോ? അടുത്തല്ലേ കളി മാറി. അതേ കേക്കില്ല. ഓക്കെ, ഇനി സിനിമയുടെ പേരാണോ? തട്ടത്തിൻ മറയത്ത്. തട്ടത്തിൻ തെങ്കാശി പട്ടണം അല്ല, ഞാൻ പറയണേക്ക് തട്ടത്തിൻ മറയത്ത്. തട്ടത്തിൻ മറയത്ത്. അതും അറിയാടാ. നിങ്ങളെന്താ പഞ്ചായത്തിൽ ഇറങ്ങാൻ സിനിമയൊക്കെ കണ്ടുത്തിരിക്കുക? എടാ ഓഫാക്കി നിങ്ങളെ ഒരുക്കോ ഇവിടെ കുത്തിരുന്നേ. നിങ്ങൾ ടി വി കാണുന്നത് ഞാൻ കാണലേ ഇല്ല. ആ സിനിമ അറിയാം. ഞാൻ ഇങ്ങളെ സിനിമ അറിയലുണ്ടാവൂല ഞാൻ വിചാരിച്ച്. ഓക്കെ, അപ്പൊ ഇനി ബിസ്ക്കറ്റ് വേണോ? ചായ കുടിച്ചാലോ? ഓക്കെ, അപ്പൊ ഗായ്സ് എടുത്തോളി, ഒരു ബിസ്ക്കറ്റ് എടുത്തോളി. ഓക്കെ, അല്ല അതിന്റെ അടുക്ക് വേറൊരു ബിസ്ക്കറ്റ് ഇതിലൂടെ പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.